അയാൾ ജൂനിയർ ഒന്നുമല്ല പരിശോധിക്കുന്നത്, അയാളുടെ സീനിയറാണ്. അയാൾക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല, DGPക്ക് അപ്പുറം. ആ DGP ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലെ നിങ്ങൾ പണ്ടാരോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതുണ്ടാക്കണ്ട. ആയിക്കോട്ടെ, എന്നാൽ അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ DGP അല്ലേ? പിന്നെ ആരെയാണ് നിങ്ങൾ എടുക്കുക? ലോകത്തിൻ്റെ വേറെ നിങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ? അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഉന്നയിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം. അപ്പോൾ DGPയെ സഹായിക്കാനുള്ള മറ്റുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ആരെയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ തന്നെ ആളെന്ത് വേണമെന്നൊരു തീരുമാനിക്കേണ്ടിയില്ല. വരട്ടെ, അന്വേഷണം. നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തെ സാവകാശം വരുന്നത് കൊണ്ട് വലിയ അപകടം സംഭവിച്ചു പോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള പണിയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം തന്നെ പറയേണ്ടത് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു. അല്ല, അതാ നമുക്കറിയില്ല. ഇതിപ്പോൾ ഒരു മാസത്തേക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തോടെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാം. അല്ല, അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അതിലെന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയട്ടെ. അന്നേരം നോക്കാം. അൻവർ മാത്രമല്ല, അൻവറായാലും അൻവർ അല്ലെങ്കിലും ആരായാലും X or Y ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ ഇതിനകത്ത് പറഞ്ഞല്ലോ, ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അൻവറിന്റെ മാധ്യമത്തിന് വന്ന വാർത്ത വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ യൂത്ത് കോൺഗ്രസും സമരം നടത്തിയത്. അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു അന്വേഷണം നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾ പറയുന്നതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കോൺഗ്രസിന് UDF ഒന്നുമില്ല, കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിന് സമരം നടത്താനും അതുപോലെ തന്നെ പോലീസിനെ കടന്നാക്രമിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സംശയവും അതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയം തന്നെയാണ്. അതായത് നിങ്ങൾക്കെല്ലാമുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് അൻവർ അതൊരു ശരിയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വായിലേക്ക് അത് ബുക്കിൽ അങ്ങനെയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ്. ഞാൻ അതാ ഞാൻ പറഞ്ഞത്. ഒരു അടിസ്ഥാനവും ഇല്ല അതിന്. ആ പ്രചരണത്തിലൊന്നും മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ മാത്രമല്ല കേരളത്തിലുടനീളം നിയന്ത്രണമുണ്ട്. ഓഫീസ് നിങ്ങൾ ഞാൻ ഒരു ഓഫീസൊന്നുമല്ല, ഈ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള നല്ല നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ട്. രാഷ്ട്രീയം അല്ലെ, അൻവറിനല്ലോ സമരം നടത്തുന്നത്. സുധാകരനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലേ സമരം നടത്തുന്നത്. അവരെ രാഷ്ട്രീയമാണ്. അവരെ രാഷ്ട്രീയമാണ്. അല്ലല്ല, അൻവറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയ ഉപകരണമാക്കി രാഷ്ട്രീയ സമരം നടത്താൻ വേണ്ടിയിട്ട് UDF ഇല്ല, കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മുന്നോട്ടേക്ക് വരുന്നു മാത്രമല്ല.